വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ 2025 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഏതൊക്കെയാണ് കോളേജസ്, അത് ഗവൺമെൻറ് എയ്ഡ്, അതേപോലെ യൂണിവേഴ്സിറ്റി സെൻറ്റർ, അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളുടെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, കൂടാതെ അഡ്മിഷൻ പ്രൊസീജിയർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് മുതൽ അവസാനം വരെ ശ്രദ്ധയോട് കാണുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും, അതായത് ശ്രദ്ധിക്കേണ്ട, നേരത്തെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ടോട്ടലി ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ കോളേജുകളുടെ ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ഗവൺമെൻറ് തലത്തിൽ 2 കോളേജുകളും, അതേപോലെ എയ്ഡ് 2, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ 11, അതേപോലെ തന്നെ അൺഎയ്ഡ് ട്രെയിനിങ് കോളേജ് 57. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് എയ്ഡ് കോളേജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, 4 കോളേജാണുള്ളത്. ഈ 4 കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് ആണെങ്കിൽ എല്ലാ സീറ്റുകളും മെറിറ്റ് ആയിരിക്കും. ഇനി എയ്ഡ് കോളേജാണ് പകുതി സീറ്റ് മെറിറ്റും അതേപോലെ പകുതി സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ വരികയാണെങ്കിൽ എല്ലാ സീറ്റും മെറിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിന്ന് വിളിക്കുന്നത്, അത് അൺഎയ്ഡ് ട്രെയിനിങ് കോളേജ് ആണെങ്കിൽ 57 കോളേജുകളിൽ മെറിറ്റും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓരോ കോളേജുകൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പല വിദ്യാർത്ഥികളുടെയും സംശയമാണ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ, യൂണിവേഴ്സിറ്റി സെൻറ്ററും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് തമ്മിൽ വ്യത്യാസം എന്താണെന്നൊക്കെ പല സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് ഗവൺമെൻറ് കോളേജസ് നമ്മൾ നോക്കാം. അതായത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതായത് 2 ഗവൺമെൻറ് കോളേജിൽ കോഴിക്കോടും അതേപോലെ തന്നെ തൃശ്ശൂരുമാണുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും ഗവൺമെൻറ് 50 സീറ്റാണുള്ളത്. ഇപ്പോൾ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ എല്ലാ ഗവൺമെൻറ് കോളേജിലും എല്ലാ സബ്ജക്റ്റുകളും, അതായത് 3, 5, 4 എന്നീ റേഷ്യോയിൽ സീറ്റുകളുണ്ട്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മാത്തമാറ്റിക്സ്, സംസ്കൃതം ഉൾപ്പെടെയുള്ള വിവിധ സബ്ജക്റ്റുകൾ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡ് കോളേജുകൾ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, 2 ഗവൺമെൻറ് കോളേജിലും 50 സീറ്റ്. ഇനി എയ്ഡ് കോളേജ് എടുക്കുകയാണെങ്കിൽ ഫറൂഖ് കോളേജും അതേപോലെ തന്നെ പാലക്കാട് 100 സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എയ്ഡ് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്ററാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോളേജുകൾ. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ, അതായത് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 11 യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്ററാണ് നിലവിൽ ഉള്ളത്. ഇനി ഇതിലേതെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ പ്രോസ്പെക്ട്സ് എന്തായാലും തൊട്ടടുത്ത മാസങ്ങളിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും BEd അഡ്മിഷൻ മെയ് മാസമാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഏകദേശം ഇനി 2 മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് അഡ്മിഷൻ സംബന്ധമായ എല്ലാ കാര്യവും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ലഭിക്കുന്നത് വരെ, അതിന് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാലുള്ള അപ്ഡേറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും നമ്മുടെ ചാനലിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ആമുഖമായിട്ട് പറയാനുള്ള പല വിദ്യാർത്ഥികളുടെ സംശയമാണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്ത് നിന്ന് BEd കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂറേഷൻ, അതായത് 1 ഇയർ എന്നുള്ള ഡ്യൂറേഷനിലോട്ടേക്ക് മാറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ 2 വർഷത്തെ BEd 1 വർഷമാക്കുക എന്നുള്ളത്, അതായത് നിലവിൽ PG കഴിഞ്ഞ ആ ഒരു ആനുകൂല്യം ശ്രദ്ധിക്കേണ്ട കാര്യം, PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 2 വർഷത്തെ കോഴ്സ് 1 വർഷം എന്നുള്ള ഇളവ് ലഭിക്കുക. നിലവിൽ ഡിഗ്രി മാത്രം കഴിഞ്ഞവരാണ് അവർ 2 വർഷം തന്നെ എന്നുള്ള ആ ഒരു പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്ന് കൃത്യമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തു നിന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷനും, അതായത് സുപ്രീം കോർട്ട് ഉൾപ്പെടെ എല്ലാ മേഖലയിലും അത് അംഗീകരിച്ച് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഇൻഫർമേഷൻ കഴിഞ്ഞ അത് ജനുവരി 1st വീക്കിൽ കൃത്യമായിട്ടുള്ള യോഗത്തിൽ അത് തീരുമാനം അറിയിച്ചിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് ഏത് അക്കാഡമിക് ഇയർ, ഈ അക്കാഡമിക് ഇയർ തന്നെ ആ രീതിയിൽ 1 ഇയർ എന്നുള്ള രീതിയിൽ തുടങ്ങുമോ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ ആണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെയും അപ്ഡേറ്റ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്ത് നിന്ന് ആ ഒരു അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ, ഇനി എന്തായാലും ഈ അക്കാഡമിക് ഇയർ വരികയാണെങ്കിൽ തൊട്ടടുത്ത ആ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നിലവിൽ 2025-27 2 വർഷത്തെ BEd അഡ്മിഷൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികൾ 1 വർഷത്തെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാക്ട് ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് തമ്മിൽ വ്യത്യാസം നോക്കാം. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 11 യൂണിവേഴ്സിറ്റി സെൻറ്ററും അതേപോലെ തന്നെ 57 സെൽഫ് ഫിനാൻസ് കോളേജാണുള്ളത്. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ അതായത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്ന കോളേജിലാണ് യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. അതേപോലെ സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് ഡയറക്റ്റായിട്ട് നടത്തുന്ന കോളേജ്, അത് മാനേജ്മെൻറ്റ് അണ്ടറുള്ള കോളേജസാണ് അഫിലിയേറ്റ് കോളേജ്, അത് അൺഎയ്ഡ് ട്രെയിനിങ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയായിരിക്കും. അതായത് ഒരു സെമസ്റ്റർ, അതായത് 2 സെമസ്റ്റർ കൂടി 1 ലക്ഷത്തിനടുത്തുള്ള ആ ഒരു ഫീസ് തന്നെയാണ്. നോർമൽ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ എങ്ങനെയാണ് പഠിക്കുന്നത്, സെൽഫ് ഫിനാൻസ് കോളേജിൽ
കോളേജിൽ നിങ്ങൾക്ക് എങ്ങനെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടുന്നോ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ലഭിക്കുക. എന്നാൽ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ അതായത് ക്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് നടത്തുന്നതുകൊണ്ട് കുറച്ചുകൂടി സെൽഫ് ഫിനാൻസ് കോളേജിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് മാത്രം. പക്ഷേ ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകളും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററിലും ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അത് ഫീസ് സ്ട്രക്ചറിൽ യാതൊരു മാറ്റവും കാര്യമായിട്ട് അതിൽ വരുന്നില്ല. എന്നാൽ ഫീസ് ഇല്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ മെറിറ്റ് തന്നെ നിങ്ങൾ കിട്ടിയാൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ഈ 11 യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ നോക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്ന് ലഭിക്കും. യൂണിവേഴ്സിറ്റി സെൻറ്ററിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എയ്ഡഡ് അതേപോലെ തന്നെ ഗവൺമെൻറ് ആ രീതിയിൽ ലഭിക്കുന്നത് മാത്രം. നിങ്ങൾ ഏത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി നിന്നാണെങ്കിലും അഫിലിയേറ്റഡ് കോളേജിൽ നിങ്ങൾക്ക് ബി എഡ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റും ഒരേ വാല്യൂ ആയിരിക്കും. അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി കേരളത്തിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് ബി എഡ് ഒരേ വാല്യൂ ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഓക്കെ, ഇനി അതേപോലെ തന്നെ കേരളത്തിൽ നിലവിൽ മാർക്കിൻ്റെ അടിസ്ഥാനം, അതായത് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മെയ് മാസമാണ് അഡ്മിഷൻ വിളിക്കുക. അപ്പോൾ മെയ് മാസം അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുക. എൻട്രൻസ് എക്സാം മുഖേനയുള്ള അഡ്മിഷനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഈ പെട്ടെന്നൊന്നും ഈ രീതിയിൽ എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നിലവിൽ വരുന്ന വർഷങ്ങളിലും വിദ്യാർത്ഥികളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ. അതുകൊണ്ട് തന്നെ ഈ വർഷം മാർക്ക് വളരെ ഹൈ ലെവലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ കിട്ടാത്തവരൊക്കെ മാനേജ്മെൻറ്റ് സീറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. കാരണം പലപ്പോഴും സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് സീറ്റ് ഇപ്പോൾ കൊടുക്കില്ല, അത് മെയ് അല്ലെങ്കിൽ ജൂൺ ആ സമയത്താണ് കൊടുക്കുന്നതൊക്കെ പറയും. പക്ഷേ അതൊക്കെ അഡ്വാൻസ് ആയിട്ട് തന്നെ പല മാനേജ്മെൻറ്റും ഡയറക്റ്റായിട്ട് സീറ്റൊക്കെ കൊടുക്കാനുള്ള സമയമാണിത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഡൊണേഷനൊക്കെ ഈ ഒരു മേഖലയിൽ വാങ്ങുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഓൾറെഡി ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഫീസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താണ്. തീരെ മാർക്ക് പറഞ്ഞവർ ആ രീതിയിലേക്ക് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങുക. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി സെൻട്രൽ കോളേജിലാണ് നോക്കുക. അതായത് സുൽത്താൻ ബത്തേരി, അതേപോലെ തന്നെ വയനാട് കണിയാമ്പറ്റ, അതേപോലെ ചക്കിട്ടപ്പാറ, വടകര യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ട്. അതേപോലെ തന്നെ കല്ലായി, അതേപോലെ തന്നെ മലപ്പുറം മഞ്ചേരി, കൊടുവായൂർ, പാലക്കാട്, തൃശ്ശൂർ നാട്ടിക, അതേപോലെ തൃശ്ശൂർ 2 അന്നാട്ടുകര, അതേപോലെ തന്നെ തൃശ്ശൂർ വളപ്പാട്. ഇത്രയും 11 സെൻറ്ററുകളാണ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളത്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജാണ് നിലവിൽ 57 സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഉള്ളത്. ഇനി ഈ അക്കാഡമിക് ഇയറിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ 1-2 കോളേജിൽ എക്സ്ട്രാ വരികയാണെങ്കിൽ, ഏതെങ്കിലും അഫിലിയേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം നോർമലി 57 അതിൽ കൂടാനും കുറയാനും ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും 57 സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഉള്ളത്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ admission.uc.ac.in എന്ന വെബ്സൈറ്റിൽ കയറിയ ഏറ്റവും താഴെ നിങ്ങൾക്ക് BEd അഡ്മിഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2024 പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സെൽഫ് ഫിനാൻസ് കോളേജ് ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെയാണ് സീറ്റുകളുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളിൽ അവർക്ക് ആ മാനേജ്മെൻറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് സീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കാൻ സാധിക്കും. കാരണം ഒഫീഷ്യലായിട്ട് മെയ് മാസം വിളിക്കുമ്പോഴാണെങ്കിൽ അത് അൺഒഫീഷ്യലായിട്ട് മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആക്കുവാൻ സാധിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇനി തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ കേരളത്തിലെ PSC കൃത്യമായിട്ട് അംഗീകാരമുള്ള, അത് കേരളത്തിലെ കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് ഈക്വൻസി ലഭിക്കുന്ന അംഗീകാരമുള്ള റെഗുലർ BEd വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തുനിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ കേരളത്തിന് പുറത്തുനിന്നൊക്കെ BEd കൃത്യമായിട്ട് കേരള PSCയുടെ അംഗീകാരമുള്ള BEd ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും, അതായത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അതായത് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അത് ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിലെ വിദ്യാർത്ഥികൾക്ക്, തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ പ്രൊസീജിയറും എല്ലാ അഡ്മിഷൻ ഹെൽപ്പും നമ്മുടെ കരിയർ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ തന്നെ ഈ വർഷം കൃത്യമായിട്ട് അതിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ പ്രൊസീജിയറും ഇപ്പോൾ തന്നെ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി കരിയർ ഈ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിൽ വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ BEd സംബന്ധമായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എന്തായാലും BEd അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങൾക്ക് സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.